ഫ്രണ്ട്സ് വണ്ടി ഷവർലൈറ്റ് എൻജോയ് ആണ്. വണ്ടി ഏകദേശം 1,30,000 ഓടിയിട്ടുണ്ട്. പക്ഷേ റോങ് തന്നെയാണ്. അത് കറക്റ്റ് കിലോമീറ്റർ അല്ല, ഏകദേശം 2ൻ്റെ അപ്പുറം ഓടിയിട്ടുണ്ട് വണ്ടി. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 lakhിൻ്റെ സർവീസ് പോലെയാണ് ഇപ്പോൾ ചെയ്യാൻ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ടൈമിംഗ് കിറ്റ്, അത് മാത്രമല്ല ഇതിൽ ഹെവി ആയിട്ട് ഓയിൽ ലീക്ക് വരുന്നുണ്ട്. ടൈമിങ്ങിൻ്റെ ഫ്രണ്ട് നിന്നാണെന്നുണ്ടെങ്കിലും സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും താഴെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഹെവി ആയിട്ട് ഓയിൽ താഴത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓയിലേക്ക് നിർത്തണമെങ്കിൽ നമുക്ക് ടൈമിംഗ് കവറും കാര്യങ്ങളും കംപ്ലീറ്റ് അയച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് കിറ്റും കൂടെ മാറുന്നുണ്ട്. ടൈമിംഗ് കിറ്റും പിന്നെ ഫ്രണ്ടും റിയർ സസ്പെൻഷൻ ഹെവി നോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. കടപെട്ടാന്നാണ് സൗണ്ട് വരുന്നത്. റിയറിന്ന് ഹെവി ആയിട്ട് സൗണ്ട്. റിയർ എനിക്ക് സൗണ്ട് തോന്നുന്നത് അതിൻ്റെ റിയറിലെ പ്രൊപ്പൽ ഷാഫ്റ്റിൻ്റെ ഒരു ബാലൻസർ ഉണ്ട്, ഒരു കട്ട പോലെ ഒരു സാധനം, അതടിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് പൊക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ കംപ്ലയിൻ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്കിതിൽ ചെയ്യേണ്ടത് മെയിനായിട്ട് ഇപ്പോൾ ടൈമിംഗ് കിറ്റ് മാറണം. ബാക്കിയുള്ള സസ്പെൻഷൻ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടോ അതിനനുസരിച്ച് കസ്റ്റമറെ ഇൻഫോം ചെയ്തിട്ട് നമുക്കിതിനകത്ത് ചെയ്യാനുണ്ട്. വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഓടിച്ചു കഴിഞ്ഞാൽ ഹെവി നോയ്സ് ആയിട്ടാണ് വരുന്നത്. പട്ടാന്ന് ഹെവി നോയ്സ് ആയിട്ട് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം. ഫുള്ളായിട്ട് A to Z ചെക്ക് ചെയ്തിട്ട് നോക്കാം കംപ്ലയിൻ്റ് എന്താണെന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. എൻജോയിൽ റിയറിൽ സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. റിയർ ഷോക്ക് കംപ്ലീറ്റും പൊട്ടി കിടക്കുക കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് അടിക്കുന്ന സൗണ്ടാണ് കട്ടാ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഉണ്ടല്ലേ, ഈ സൗണ്ടാണ് കൂടുതലായിട്ടും വന്നത്. പിന്നെ നമ്മൾ ഇത് കട്ടായത് കൊണ്ട് സ്പ്രിങ്ങൊക്കെ കംപ്ലീറ്റ് അഴിച്ച് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് കയറ്റുമ്പോൾ ഷോക്ക് മാറ്റിയിട്ട് തിരിച്ച് സ്പ്രിങ്ങൊക്കെ സെറ്റ് ചെയ്ത് കയറ്റാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. അല്ല, പാഡ് അഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഡിസ്കും ഇതിൻ്റെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. ഭയങ്കര സ്റ്റെപ്പ് അതിനകത്ത് ഉണ്ട്. അല്ലേ, അപ്പോൾ അത് നമുക്ക് ചെയ്യണം. പിന്നെയുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ റിയറിലെ ഹാൻഡ് ബ്രേക്ക് കേബിൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഹാൻഡ് ബ്രേക്ക് കേബിൾ മാറ്റാനുണ്ട്. എന്ന് വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് കേബിൾ അവിടെ ഇല്ല, അത് പോയിരിക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് മാത്രം ഹാൻഡ് ബ്രേക്ക് കേബിൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതിനകത്ത് മൊത്തം പൊട്ടി പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തുകൊണ്ട് അയച്ചു വെച്ചെന്നുള്ള അറിയില്ല. നമുക്കപ്പോൾ ലെഫ്റ്റ് സൈഡ് ഹാൻഡ് ബ്രേക്ക് കേബിൾ ഇതിനകത്ത് മാറ്റാനുണ്ട്. അതുപോലെ തന്നെ 2 സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് തൈറോയ്ഡ് ഉണ്ട്, അതും നമുക്ക് ഇതിനകത്ത് മാറ്റാം. എന്തായാലും നമുക്ക് ടൈമിങ്ങിന് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കണം. താഴെ ഇറക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ക്രോസ് പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് ഓരോ സാധനമായിട്ട് ഇതിനകത്ത് മാറും. ടൈമിംഗ് കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചിട്ടുണ്ട്. വലിയ വീലടക്കം നമ്മൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഭാഗം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ സാധനം വന്നിട്ടുണ്ട്. സാധനം എല്ലാം നമ്മൾ ഒറിജിനൽ തന്നെയാണ് ഇതിൻ്റെ എടുത്തിരിക്കുന്നത്. എയർ ഫിൽറ്റർ എല്ലാം GMൻ്റെ ഒറിജിനൽ പാർട്സ് തന്നെയാണ്. അതുപോലെ ടെൻഷനർ, ഓയിൽ ഫിൽറ്റർ, പിന്നെ അതിലൊരു ഹോസ് ബ്രീത്തറിന് മാറ്റി ടർബോയിൽ നിന്ന് മാനിഫോൾഡിലേക്ക് പോകുന്നൊരു ഹോസ് കട്ടായിട്ടുണ്ട്, അത് നമ്മൾ മാറ്റുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ ഇതാണ് ചെയിനില്ല വീല്, വലിയ വീലാണ് GMൻ്റെ തന്നെയാണ്. അതുപോലെ ചെറിയ വീല്, ഇതിൻ്റെ ഓയിൽ സീല്, ടൈമിംഗ് കവറിൽ വരുന്നൊരു ഓയിൽ സീലാണ്. പാഡ് 2 പാഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ടൈമിംഗ് ചെയിൻ. ഒരു സാധനം നമ്മൾ ഇതിനകത്ത് മാറ്റുന്നത് എല്ലാം ഒറിജിനൽ പാർട്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒറിജിനൽ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി അതിനകത്ത് കിട്ടുള്ളൂ. എന്താ വെച്ചാൽ 1 lakh ഓടേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വാട്ടർ പമ്പ് നല്ലോണം ഷെയ്ക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെയറിങ് നല്ലോണം സൗണ്ട് ഉണ്ട്. അപ്പോൾ വാട്ടർ പമ്പ് നമുക്ക് മാറണം. പിന്നെ ബ്രേക്ക് പാഡും അതുപോലെ ഡിസ്ക്കും നമ്മളിപ്പോൾ ഡിസ്ക് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാഡും കൂടെ ഇതിനകത്ത് മാറാനുണ്ട്. ഒരു ടൈമിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ പമ്പും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വാട്ടർ പമ്പ് നമ്മൾ ജെന്യൂൺ ഒറിജിനൽ വാട്ടർ പമ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത് GMൻ്റെ. അല്ല, അത് ഏകദേശം 2,900 രൂപ, 3,000 രൂപേൻ്റെ അടുത്ത് എങ്ങാണ്ട് വരുന്നുണ്ട് GMൻ്റെ ഒറിജിനൽ വാട്ടർ പമ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള സെറ്റിങ്സും കൂടി ചെയ്യണം. ഇവിടെ ബാക്കിയുള്ള ടർബോ കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യം നമുക്ക് ഫിനിഷ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ എൻജോയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ചെയ്തിരിക്കുന്നത് മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടൈമിംഗ് കിറ്റ്, കുറേ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. ഈ സൈഡിൽ നിന്നും ആ ഭാഗത്തു നിന്നൊക്കെ കുറേ ഓയിൽ ലീക്കുകൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ലീക്ക് വന്ന ടർബോൻ്റെ ഈ ഹോസ് പൊട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ലീക്ക് വരില്ല. എന്നാലും ഒരു ചെറിയൊരു കിൻസിൽ അതിനകത്തുണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഹോസ് ഒറിജിനൽ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. GMൻ്റെ ഓയിൽ പാർട്സ് എടുക്കുന്നത് ചെറിയ വിലയേ ഉള്ളൂ ഏകദേശം. പിന്നെ അതിൻ്റെ ടൈമിംഗ് കിറ്റ് മാറി. അതുപോലെ തന്നെ വാട്ടർ പമ്പ് മാറി. വാട്ടർ പമ്പ് നല്ല ഷെയ്ക്കായിരുന്നു. ഷെയ്ക്ക് വല്ല അതിൻ്റെ ഉള്ളിലുള്ള ബെയറിംഗ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ വാട്ടർ പമ്പ് നമ്മൾ മാറിയിട്ടുണ്ട്.
ടൈമിംഗ് കിറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈജർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മാനിഫോൾഡ് വലിയ അഴുക്ക് കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല, അതുകൊണ്ട് മാനിഫോൾഡ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈജർ മാത്രം അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനായിട്ട് കസ്റ്റമറുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ട് സൈഡിൽ നിന്ന് സസ്പെൻഷൻ ഹെവി നോയ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കട കാളവണ്ടിയേക്കാളും അത്രയും ഹെവി നോയ്സാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയറിലെ ഷോക്ക് ഫുള്ളായിട്ട് പൊട്ടിക്കിടക്കായിരുന്നു. റിയറിലെ ഷോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈഡ് റൈറ്റ് സൈഡിലെ ഷോക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെം അടക്കം പൊട്ടിയിട്ടായിരുന്നു അതിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. ആ അടിയാണ് ഹെവി ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഫ്രണ്ടിലെ 2 സൈഡിലെയും നമ്മൾ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റും ഒരു സൈഡിലെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് റൈറ്റ് സൈഡിലെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് 2 മറ്റേ ടൈറോയിഡ് എൻഡും ഇതിനകത്ത് മാറിയിട്ടുണ്ട്. അതിന് നല്ലൊരു ഷേക്ക് ഉണ്ടായിരുന്നു, നല്ലൊരു സൗണ്ട് ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന്. അപ്പോൾ നമ്മൾ അതും ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇതായിരുന്നു റിയറിലെ ഷോക്ക് ലെഫ്റ്റ് സൈഡിൽ. അതുകൊണ്ടല്ലേ ഇത് മൊത്തം പൊട്ടി 2 തുണ്ടായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും സൗണ്ട് അതിനകത്ത് വന്നത്. ഇതിൽ ഇട്ടിരിക്കുന്നത് മോണ്ടറോഡ് ഷോക്കാണ്. നമ്മളിപ്പോൾ കയറ്റിയിരിക്കുന്നത് മോണ്ടറോഡ് തന്നെയാണ് കയറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ സൗണ്ടാണ് ഹെവി ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ബാക്കിൽ നിന്ന് കട്ടാപ്പൊട്ട എന്നുള്ളൊരു സൗണ്ട് ഇതിൻ്റെയാണ് മെയിനായിട്ട് വന്നുകൊണ്ടിരുന്നത്. ബ്രേക്ക് നമ്മൾ ചവിട്ടുമ്പോൾ ബ്രേക്ക് ഇങ്ങനെ പെഡൽ പൊങ്ങിന്നാന്നും വന്നിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2 ബ്രേക്ക് ഡിസ്ക് പോളിഷ് ചെയ്ത് അതിൻ്റെ ബ്രേക്ക് പാഡ് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് പാഡും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം എഞ്ചിൻ്റെ സൗണ്ട് തന്നെ പക്ക സ്മൂത്തായി. ഇനിയിപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടില്ല. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂറായി എണ്ണയിൽ ഇട്ടിരിക്കുന്നു. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ആകുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ മോട്ടർ കയറി പിടിക്കുകയാണ്. ഒട്ടും തന്നെ ക്രാങ്ക് ആകുന്നില്ല. എന്ന് വെച്ചാൽ സ്റ്റാർട്ടർ മോട്ടറിന് ബ്രഷിൻ്റെ ഒരു തേയ്മാനം അങ്ങനെ വരുമ്പോഴാണ് ഈ വണ്ടി ഹീറ്റ് ആകുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ മോട്ടർ ഹീറ്റ് ആകുമ്പോൾ ഈ എൻജിൻ കറങ്ങാതെയും സ്റ്റാർട്ടാകാതെയും ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ ഈ വീണ്ടും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി സ്റ്റാർട്ടിങ്ങിലിട്ട് ഒരു 4 മണിക്കൂർ സ്റ്റാർട്ടിങ്ങിലിട്ടിട്ട് ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിലെ ബാറ്ററിയുടെ ഫോൾട്ട് കൊണ്ടും വരാം, സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ഫോൾട്ട് കൊണ്ടുവരാം. ബാറ്ററി മാറ്റി വെച്ച് നോക്കിയിട്ട് ഇന്നലെ ക്രാങ്ക് ആയിട്ടില്ല. അപ്പോൾ ഇന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിരിക്കണം. 2-3 മണിക്കൂർ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് റീസെറ്റ് ചെയ്ത് നോക്കാനായിട്ട്. വണ്ടി നമുക്ക് മെയിൻ റോഡിൽ അധികം സ്പീഡായിട്ട് ഓടിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ എൻഡും സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റും ഒക്കെ മാറിയത് കൊണ്ട് അലൈൻമെൻറ്റ് ചെയ്യാതെ നമുക്ക് സ്പീഡായിട്ട് അങ്ങോട്ട് ഓടിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ എൻജിൻ പക്ക സ്മൂത്താണ്. സ്റ്റിയറിംഗ് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മിനിമം സ്പീഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ, കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കട്ട് റൂട്ടിൽ മാത്രം ഒന്ന് ഓടിച്ച് നോക്കാനായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹെവി നോയ്സ് ഉണ്ടായിരുന്നു. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കട്ടപ്പെട്ട ഞാൻ പറഞ്ഞില്ല, ഷോക്കിൻ്റെ ഒക്കെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് നല്ലൊരു നോയ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ നോയ്സുകളൊക്കെ കംപ്ലീറ്റ് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൗണ്ടും ഇല്ല ഇതിനകത്ത്. നമുക്ക് ഹൈവേയിൽ എനിക്ക് സ്പീഡ് ഓടിച്ച് നോക്കാനായിട്ട് പറ്റില്ല, അലൈൻമെൻറ്റ് ചെയ്യാതെ അത് പറ്റില്ല. ഇനിയിപ്പോൾ അലൈൻമെൻറ്റ് ചെയ്തിട്ട് വേണം നോക്കാനായിട്ട്. അപ്പോൾ സൗണ്ടുകൾ കാര്യങ്ങൾ പക്ക പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഒരു സൗണ്ടും ഇല്ല. അപ്പോൾ ഇതിനകത്ത് നേരത്തെ നല്ല സൗണ്ടായിരുന്നു. കസ്റ്റമർക്ക് മെയിൻ കംപ്ലയിൻ്റ് അതായിരുന്നു. നോയ്സ് കംപ്ലീറ്റ് അറസ്റ്റ് ആവണമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ടൈമിംഗ് കിറ്റിൻ്റെ കാര്യമാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ്. ആ കംപ്ലയിൻറ്റ് കംപ്ലീറ്റും ഇപ്പോൾ പക്ക സോൾവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ പാച്ച് വർക്കുകളുണ്ട് ഇതിനകത്ത്. പിന്നെ ഒന്ന് വാട്ടർ വാഷ് ചെയ്യണം, അലൈൻമെൻറ്റ് ചെയ്യണം. ഇത്രയും വർക്കുകളാണ് ഇനിയിപ്പോൾ ഇതിനകത്ത് പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.